എന്തോറ്റി? ആ, ഒരു സുഹൃത്ത് പറയുന്ന ഒരു നല്ല വാക്ക് പോലും നീ കേൾക്കില്ല. സുഹൃത്ത് നല്ല കാര്യം പറഞ്ഞ തള്ളി കളഞ്ഞോണം നീ. ഞാൻ വിചാരിച്ചതാ ഇനി നീ വീണ ഞാൻ പിടിക്കില്ലാന്ന്, പക്ഷെ ഞാൻ പിടിച്ചുപോയി. അതുകൊണ്ടൊരു നല്ല ഫ്രണ്ടാന്ന് കരുതി എന്നോട് പ്രോമിസ് ചെയ്യും നീ എൻഗേജ്മെന്റിന് ആ ഡ്രസ് ഇടില്ലാന്ന്. അല്ലെങ്കിൽ ഞാൻ എന്താ, അതായത് ഒരു ഡ്രസ്സിന്റെ കാര്യത്തിൽ നീ താഴെ ഇടുന്നോ? നീ എനിക്ക് പ്രോമിസ് ചെയ്തേ പറ്റൂ. ഞാൻ ആ ഡ്രസ് തന്നെ ഇടും. ഓക്കേ. നീ എത്ര ദുഷ്ടനാണ്. ഞാൻ നിനക്ക് ഒരിക്കലും മാപ്പ് തരില്ല. അങ്ങനെയാണെങ്കിൽ നീ ആ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് മാപ്പ് തരാൻ പോകുന്നില്ലടി. ഒരു ഡ്രസ്സിന്റെ പേരിൽ നീ എന്നെ താഴെ ഇട്ടു. തെമ്മാടി. അതെ മോളെ, അതൊന്നുമല്ല കാരണം മറ്റെന്തോ ആണ്. അതവൻ മറച്ചു വെക്കുക. ചോദിക്ക്. ചിലപ്പോ ശരിയായ കാര്യം പറഞ്ഞാലോ? ഇവിടെ എന്താ ചെയ്യുന്നേ? ആരെങ്കിലും നമ്മൾ ഒരുമിച്ച് കണ്ട? അത് ശരി, ഈ നാടങ്ങളി നിർത്തിക്കോ. നിനക്ക് ഇത്തരത്തിലൊരു വിചാരമില്ലായിരുന്നെങ്കിൽ നീ എനിക്ക് മെസ്സേജ് അയച്ച് ചേഞ്ചിങ് റൂം നമ്പർ 5 ഉണ്ടാവുന്ന നീ എന്നെ അറിയിക്കില്ലല്ലോ. നോട്ടി ഗേൾ, എനിക്ക് നിന്റെ മനസ്സ് മനസ്സിലായി. ഇതാണ് നമ്മുടെ ബന്ധത്തിന്റെ പ്രത്യേകത. ഒന്നും നമുക്ക് പരസ്പരം പറയേണ്ട കാര്യമേ ഇല്ല. നമുക്ക് എന്താ വേണ്ടതെന്ന് അത് നമുക്ക് തന്നെ മനസ്സിലാകും, ഒന്നിന്റെ സഹായം ഇല്ലാതെ. You know why? Because we are made for each other. അല്ല പുനു, ഞാൻ ഭയങ്കര കൺഫ്യൂഷനില്ല. ഈ പ്രീത എന്താ ഇത്ര സന്തോഷത്തില്? ഐ മീൻ ടു സേ, ജാനകി മരിച്ചു പോയെങ്കിൽ ഈ പ്രീത കരയേണ്ടതല്ലേ? അവള് പിന്നെ ഷോപ്പിങ്ങിന് വന്നത് എങ്ങനെ? അത് ആ ജാനകി തള്ള ഇതുവരെ മരിച്ചിട്ടില്ല. ആ കിളവി പാരലൈസ്ഡ് ആണ്. അവർക്കൊന്നും പറയാനും പറ്റില്ല, അവർക്കൊന്നും റിയാക്ട് ചെയ്യാനും പറ്റില്ല. ഇനി എങ്ങനെ അവള് സുഖമായിട്ട് വന്ന് അവൾ എല്ലാരോടും എന്തെങ്കിലും പറഞ്ഞാലോ? വി ആർ നോട്ട് സേഫ്. അല്ല, നീ എന്തിനാ ടെൻഷൻ ആകുന്നേ? ആ പ്രീത തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാ, ആ ജാനകി തള്ള രക്ഷപ്പെടാനുള്ള ചാൻസസ് വളരെ കുറവാണെന്ന്. ആ കിളവി ഉണ്ടല്ലോ, അവരിപ്പോ ഒരു ജീവച്ചവമാണ്. അവർക്ക് നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ ടെൻഷൻ ആവണ്ട ബേബി. നീ കാണുന്നതല്ലേ നമ്മുടെ ഭാഗ്യം എത്രത്തോളം പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ഓരോ തവണയും നമ്മുടെ മുന്നിൽ എത്ര വലിയ പ്രോബ്ലംസ് ആണ് വരുന്നത്. അപ്പോഴൊക്കെ അതെല്ലാം സോൾവ് ആയിട്ടല്ലേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം അറിയോ, എനിക്ക് എന്നെ തന്നെ ഓർത്തിട്ട് വലിയൊരു അഭിമാനം തോന്നുന്നു. കാരണം എപ്പോഴും ഭാഗ്യനക്ഷത്രം അതിന്റെ കളികൾ മാറ്റിക്കൊണ്ടേയിരിക്കും. പക്ഷെ എങ്ങനെയെങ്കിലും ഞാൻ അതിനെ എന്റെ വഴിക്ക് കൊണ്ടുവന്നിരിക്കും. നിനക്ക് ഓർമ്മയുണ്ടോ ബേബി, ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്തത്, എങ്ങനെയെങ്കിലും നമ്പ്യാർ ഫാമിലിയെ കൺവിൻസ് ചെയ്ത് നിന്റെ രോഹിത്തിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താൻ. എന്നാ ഞാൻ നോ പറഞ്ഞിരുന്നു. ദാറ്റ്സ് നോട്ട് പോസിബിൾ പൃഥ്വി. ഞാനും എന്റെ അമ്മയോട് പോയിരുന്നു. അവര് പറഞ്ഞ എന്താ സമയം നല്ലതല്ലെന്ന്, ഗ്രഹനില ശരിയല്ലെന്ന്. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? ഞാൻ എന്റെ അമ്മയെ വീണ്ടും അങ്ങോട്ട് പറഞ്ഞു വിടണോ? എനിക്ക് ഇനി അവരുടെ മുന്നിൽ ഇൻസൾട്ട് ആവാൻ വയ്യ. ആൻഡ് യു ബെറ്റർ നോട്ട് ഫോഴ്സ് മീ. അവരുടെ വിചാരം ചിലപ്പോ ഇതാവും, ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി മുട്ടി നിൽക്കുകയാണെന്ന്. വിച്ച് ഇസ് നോട്ട് ദ കേസ്. നീ ചലബിലാന്ന് സംസാരിക്കുന്ന ആദ്യം നിർത്ത്. നമ്മൾ എത്ര നാളെ പ്ലാൻ ചെയ്യണം അവരെങ്ങനെയൊക്കെ ഇല്ലാതാക്കാമെന്ന്. ഇനി എത്ര കാലം കാത്തിരിക്കണം അവരൊക്കെ നശിപ്പിച്ച് നാറാണക്കാൽ അടുപ്പിക്കാൻ വേണ്ടി? എനിക്ക് സംഭവിച്ച ഇൻസൾട്ടൊക്കെ ഓർക്കുമ്പോൾ എന്റെ രക്തം തിളച്ചു വരികയാണ്. നിന്റെ കല്യാണ രോഹിത്തോയി നടക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്? ആ പ്രീതയെ നിശ്ചയം നടത്തി, ആ പണ്ടാര തള്ളയെ കൊന്നും കളഞ്ഞു. ഞാൻ എന്തൊക്കെയാ ചെയ്തത്? എന്നിട്ട് നീ ഇങ്ങനെ എക്സ്ക്യൂസസ് പറയുന്നോ? ലിസൺ,
എനിക്ക് ആ ഓവർ സ്മാർട്ടായ റോഹിത്തിനെ നശിപ്പിക്കണം. യു ഗെറ്റ് ദാറ്റ്? അതുകൊണ്ട് നിന്റെ എക്സ്ക്യൂസസ്, ഈ ഒഴിവ് കഴിവ് പറച്ചിൽ ആദ്യം നീ നിർത്തണം. എന്നോട് ബഹളം വെച്ചിട്ട് പിന്നെ ഞാൻ എന്ത് കാര്യമില്ല. ചെയ്യണം? നീ എന്ത് വേണോ ചെയ്തോ, കരയുക, ഉരുളുക, കാല് പിടിക്കുക, എന്തോന്ന് വെച്ചാൽ. ബട്ട് ജസ്റ്റ് ഗെറ്റ് മാരീഡ് ടു രോഹിത്. നീ അവനെ കല്യാണം കഴിക്കണം. മനസ്സിലായോ നിനക്ക്? അതും പോസിബിൾ ആയില്ലെങ്കിൽ നീ കരയുകയോ കാല് പിടിക്കുകയോ ചെയ്താൽ മതി. അവന്റെ ഹൃദയം മെൽറ്റ് ആയി പൊയ്ക്കോളും. ജസ്റ്റ് ഗെറ്റ് മാരീഡ് ടു ഹിം. യു ഗെറ്റ് ദാറ്റ്? പക്ഷേ ഐ മീൻ ടു സേ പ്രീത എങ്ങാനും എന്റെ വഴിയിൽ തടസ്സമായിട്ട്. പൊന്ന പ്രീതയുടെ കാര്യം ഓർത്ത് നീ ടെൻഷൻ ആവണ്ട. ഞാൻ ആ പ്രീതയെ ഞാനുമായുള്ള കല്യാണത്തിന് ബിസി ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്ലീസ് നീ അവളെ ഓർത്ത് ടെൻഷൻ ആവണ്ട. ഞാൻ നിന്നോട് പറഞ്ഞത് നീ ചെയ്താൽ മതി. യു ഗെറ്റ് ദാറ്റ്? പക്ഷേ പ്രീത ഐ മീൻ ടു സേ ജാനകിയുടെ മരണം ഇപ്പൊ സംഭവിച്ചതല്ലേ ഉള്ളൂ. അവള് കല്യാണത്തിന് സമ്മതിച്ചോ? എനിക്ക് തോന്നുന്നത് നിനക്കിതുവരെ നിന്റെ പൃഥ്വി മനസ്സിലായിട്ടില്ലെന്നാണ്. ഇത്തവണ ഞാൻ കളിക്കുന്ന ഓരോ കളിയും ഒരിക്കലും ഫെയിൽ ആകില്ല. ഞാൻ നിന്നോട് എന്താണോ ചെയ്യാൻ പറഞ്ഞത് അത് മാത്രം ചെയ്താൽ മതി. ബാക്കിയെല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഓക്കെ ഡൺ. Done then? Done. Problem solved. നിനക്കറിയാമോ, ഞാൻ കണ്ട ആ ചീത്ത സ്വപ്നം അത് ശരിക്കും സത്യമാവുന്നല്ലേ തോന്നിയത്. പക്ഷെ ഭാഗ്യം അത് തിരിഞ്ഞു വന്നു. നമ്മൾ ജയിച്ചു. Exactly. ഈ ജയത്തോടെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുത്തോണ്ടിരിക്കുകയാണ്. ഇനി നീ കണ്ടോ, നാളെ നിന്റെ മൈലാഞ്ചി ഇടലാണ്, പിന്നെ സംഗീതം, പിന്നെ മഞ്ഞളിടൽ, പിന്നെ കല്യാണം. നമ്മുടെ പ്ലാൻ എല്ലാം കറക്റ്റ് ട്രാക്കിലൂടെ പോകുന്നത്. ഐ എം സോ ഹാപ്പി. പിന്നെ നിന്റെ ഈ ഡ്രസ് ഉണ്ടല്ലോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ നിനക്കറിയാലോ എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയാണെന്ന്. അപ്പൊ എന്റെ രണ്ട് ഇഷ്ടങ്ങൾ ഒന്നിച്ചാൽ എങ്ങനെയിരിക്കും? എന്നുവെച്ചാ കൺഫ്യൂസ് ആകാതെ ബേബി, ഞാൻ നിന്നെ സഹായിക്കില്ലേ ചേഞ്ച് ചെയ്യാനായിട്ട്? നോട്ടി ബോയ്. എന്താ ആന്റി പറഞ്ഞത്? വാട്ട്? ഏത് ആന്റി? ആരുടെ ആന്റി? നിന്റെ ആന്റി എന്നെ ആയിരിക്കോടി, നീ തന്നെ പറയും. എന്താ പറഞ്ഞ, ആരോടാ പറഞ്ഞ, എന്തിനാ പറഞ്ഞെന്നൊക്കെ ഞാനൊന്നും കേട്ടില്ല. വിട്ടേക്ക് നീ. ഞാൻ വിട്ടിരിക്കുന്നു. നീ കണ്ടില്ലായിരുന്നോ ബൗൺസർ? കിരൺ, ഒരു കാര്യം പറ, നീ എങ്ങനെ ഇത്രയും തലതിരിഞ്ഞവനായത്? ചിലപ്പോഴൊക്കെ നീ എനിക്ക് എത്ര നല്ല സത്യസന്ധനായ സുഹൃത്താണ്, എന്തിനും എന്റെ സഹായത്തിനുണ്ടാവും. പക്ഷെ ചിലപ്പോഴൊക്കെ നീ എന്റെ ശത്രുവായി മാറും, എന്നെ താഴെയിടും, പിന്നെ എന്റെ എൻഗേജ്മെന്റിന് വരില്ല, വെറും ഒരു ഡ്രസ്സിന്റെ പേരിൽ. എന്റെ ഭഗവാനെ! എക്സാക്ട്ലി, ഭഗവാൻ അദ്ദേഹം എന്നെ സൃഷ്ടിച്ചത്. ഈ നിൽക്കുന്ന കിരൺ നമ്പ്യാരെ, നീ അദ്ദേഹത്തോട് തന്നെ പറയാ. കാരണം നീ എന്റെ കാതിന് ഒരു നിമിഷം പോലും സ്വരം തരുന്നില്ല. നീ എന്നെ വെറുത്തോണ്ടിരിക്കാടി. അങ്ങനെ ഒന്നുമില്ല, എനിക്ക് നിന്നോട് ഒരു വെറുപ്പുമില്ല. ഓക്കെ ദെൻ ഗ്രേറ്റ്. എന്നാ നീ പൃഥ്വി വാങ്ങിയ ഡ്രസ് ഇടണ്ട. വാട്ട്? യാ, താങ്ക് യു വെരി മച്ച്. ഞാൻ ഈ ഡ്രസ് തന്നെ ഇടും, മനസ്സിലായോ നിനക്ക്? കാരണം എനിക്ക് ഈ ഡ്രസ് എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളെ ചൂസ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഇത് തന്നെ ഇടും. ഞാൻ എന്തിനാ പൃഥ്വി ദേഷ്യപ്പെടുത്തുന്നത്? എനിക്ക് മനസ്സിലായി പ്രീത ആർക്കൽ. നിനക്ക് പ്രധാനം പൃഥ്വിയാണ്. പൃഥ്വി അവന്റെ ഇഷ്ടങ്ങൾ മാത്രമാണ് നിനക്ക് ഇമ്പോർട്ടന്റ്. ശരിക്കും ഞാൻ നിന്റെ ആരാടി? നിന്റെ ലൈഫിലേക്ക് ആദ്യം കടന്നു വന്നത് ഞാനാ, പൃഥ്വി അല്ല. അതുകൊണ്ട് എന്റെ വിഷയമായിരിക്കണം ശരിക്കും നിനക്ക് ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറയുന്നത്. പക്ഷെ നീ എന്താടി ചെയ്യുന്നേ? എന്താ എന്നോട് ചെയ്യുന്നതെന്ന്? നിനക്ക് എന്നെ ഒരു വിലയുമില്ല. ഞാൻ നിന്റെ ഹസ്ബൻഡും അല്ലല്ലോ. നീ എന്താ ഇപ്പൊ പറഞ്ഞേ? നിന്റെ വായി വരുന്നതൊക്കെ അങ്ങ് പറഞ്ഞു കളയുവാണല്ലേ? എന്താ പറയുന്നതെന്ന് അറിയോ? അറിയാടി പണേ, ഹാഫ് ഗേൾഫ്രണ്ട് മൂവിയിൽ ഹാഫ് ഹസ്ബൻഡ് ഉണ്ടല്ലോ. ഹാഫ് ഗേൾഫ്രണ്ട് ഒരു മൂവിയാണ്. നീ ഫിലിമിന്റെ കാര്യമാണോ പറയുന്നത്? ഇത് റിയാലിറ്റിയാണ്. ഹാഫ് ഹസ്ബൻഡ് അങ്ങനെയൊന്നും ഇല്ല, മനസ്സിലായോ? നിനക്ക് എല്ലാ വേർഡ്സിന്റെ അർത്ഥം അറിയുന്ന പോലാണല്ലോ. അതായത് ഹസ്ബൻഡിന്റെ അർത്ഥം ഉണ്ടല്ലോ, അതെന്താ അറിയോ നിനക്ക്? കോമാളി ജോക്ക് പറഞ്ഞ പ്രീത മാഡത്തിന് ചിരി വരും അല്ലടി. അപ്പൊ ആ കോമാളിക്ക് സന്തോഷാവും. അവൻ ഡ്രസ്സ് സെലക്ട് ചെയ്തു പ്രീതയ്ക്ക് വേണ്ടി, എന്നിട്ട് പ്രീത കണ്ണു അടച്ചതങ്ങ് സ്വീകരിക്കുകയും ചെയ്തു എന്നും പറഞ്ഞു. നീ ആ ഡ്രസ്സ് ഇടുമ്പോ ആ കോമാളിക്ക് വീണ്ടും അങ്ങ് സന്തോഷാവും. എന്റെ ശരിക്കുള്ള ഫ്രണ്ട്ഷിപ്പിന് മാത്രം ഒരു വിലയില്ല നിനക്ക്. എന്റെ സൗഹൃദം മിക്സിലിട്ട് അരച്ച് ചട്നി ഉണ്ടാക്കിക്കൊണ്ടിരിക്കലടി നീ. അതിനെപ്പറ്റി നിനക്ക് ഒരു ചിന്തയില്ല. റൈറ്റ് മിസ് പ്രീത അറക്കൽ? നീ ഒന്നും മിണ്ടാതിരിക്കും. ഞാൻ നിന്റെ മൂക്കടിച്ച് ചമ്മന്തിയാക്കും. നിന്നെ. ഹലോ, നിങ്ങൾ എന്തിനാ ഇത്ര അലറി വിളിച്ച് വഴക്ക് കൂടുന്നേ? എല്ലാരും കൂടെ ഷോപ്പിങ്ങിനല്ലേ വന്നേ? അതൊന്നും മൈൻഡ് ചെയ്യാതെ. ഇവൻ നിങ്ങളുടെ അനിയൻ കിരൺ എന്നോട് ചുമ്മാ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അയ്യോ കള്ളം. ഏട്ടാ കള്ളയുള്ളൂ ഈ പറയുന്നേ. കളവ് തന്നെയാ. ഞാനൊരു ചെറിയ സിമ്പിൾ കാര്യം പറയാൻ ശ്രമിക്കായിരുന്നു ഇവളോട്. പക്ഷെ ഈ മന്ദബുദ്ധി പെണ്ണും വിശ്വസിക്കുന്നില്ല. ഇവൾക്കൊന്നും മനസ്സിലാവുന്നുമില്ല. ഇവള് പറയുന്ന എന്താണെന്നും ഇവക്ക് തന്നെ ഒരു പിടിയുമില്ല. ശരി, ഒരു മിനിറ്റ്. നിങ്ങൾ രണ്ടുപേരും സമാധാനിട്ടിരിക്കെ, എന്നിട്ട് കാര്യം പറ. കാര്യമില്ലാതെ ഇവൻ വഴക്കിടുന്നത് നീ തന്നെ പറ. നീ വേണമെങ്കിൽ പറയടി. നീ അല്ലേ വഴക്കുണ്ടാക്കുന്നത്? നീ പറ. എന്നെ കൊണ്ട് വയ്യ, നീ തന്നെ നിർത്ത്. താമറ ഇവനോട് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ഓക്കെ ശരി, ഞാൻ തന്നെ. ഞാനുണ്ടല്ലോ ഇവളുടെ എൻഗേജ്മെന്റിന് കൊന്നാലും പോവില്ല. എന്താണെന്നറിയോ നിനക്ക്? എന്താന്ന് വെച്ചാൽ പൃഥ്വി എടുത്തു കൊടുത്ത ഡ്രസ്സാ ഇവളിടാൻ ആഗ്രഹിക്കുന്നേ. ഞാൻ പറയുന്നൊന്നും കേൾക്കാനും കൂട്ടാക്കുന്നില്ല. രോഹിത് ഏട്ടാ,
നിങ്ങൾ ഈ ഡ്രസ് ഒന്ന് നോക്കിട്ട് പറഞ്ഞേ, അത്രയ്ക്ക് മോശമാണോ ഇത്? മോശമാണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളില്ല കേട്ടോ. ദേ ഈ കളർ നോക്കിയേ, ആരെങ്കിലും എൻഗേജ്മെന്റിന് ഈ കളർ ഇടോ? ശരിക്കും തനിക്കിത് ചേരുന്നേ ഇല്ല. നീ കേട്ടോടി പെണ്ണെ, കേട്ടോന്ന് ഏട്ടൻ പറഞ്ഞെന്താന്ന്? ഏട്ടനും ആ കൊരങ്ങൻ പൃഥ്വി എടുത്ത ഡ്രസ് ഒട്ടും ഇഷ്ടമായില്ല. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ആരെങ്കിലും സ്വന്തം ഫിയാൻസിക്ക് എൻഗേജ്മെന്റിന് ഈ കളറിലെ ഡ്രസ് എടുത്തു കൊടുക്കോ ഏട്ടാ? പ്രീത, ഇത് ശരിക്കും കൊള്ളില്ല. അല്ലാതെ ഞാനുണ്ട് സൈഡ് പിടിക്കുന്നതല്ല. വീണ്ടും അങ്ങനെ പറയണ്ട. അത് ഞാൻ സമ്മതിക്കുന്നു. അത് പൃഥ്വിയുടെ ചോയ്സ് ഒന്നും അത്രയ്ക്ക് നല്ലതല്ല എന്ന്. പക്ഷെ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. 100% അല്ലടി, അല്ലാന്ന്. എനിക്ക് പൃഥ്വിയില് ഒരു തെറ്റും കാണാൻ കഴിയുന്നില്ല. അതാ ഞാൻ നിന്നോട് പറഞ്ഞത്. 10 പ്രാവശ്യം പറഞ്ഞില്ലേ സ്വന്തം കണ്ണൊന്ന് ചെക്ക് ചെയ്യിപ്പിക്കാൻ. മിസ് പ്രീത അറക്കൽ. അത് തന്നെ ഞാനും പറയുന്നത്. നീ നിന്റെ തല കൊണ്ടുപോയി കാണിക്കും. ഓക്കെ റിലാക്സ്. നിങ്ങളെ വഴക്കൊക്കെ പിന്നെ. എടാ നീ ഒരു കാര്യം ചെയ്യ്, ഷെർലിനൊന്ന് പോയി നോക്ക്. പോയിട്ട് കുറെ നേരമായി കാണുന്നില്ല. ഞാനെന്തിനാ അവളെ തപ്പുന്നേ? അവള് കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, തനി വന്നോളൂ. ശരിക്കുള്ള കുട്ടി ഇവളാ. ഡോക്ടർ ഡിഗ്രി ഇവക്ക് എങ്ങനെയാണോ കിട്ടിയത്? രോഹിത് ചേട്ടാ, ഇവൻ ഒരിക്കലും ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഒരിക്കലും കണ്ടിട്ടില്ല. എന്നിട്ട് നീ എങ്ങനെ ഒരു ക്രിക്കറ്റർ? ഓ ഹലോ, ഞാൻ നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. ഹീറോ ആണ് ഹീറോ. നീ കിരൺ നമ്പ്യാർ, എല്ലാവരുടെ ഹീറോ ആയ ബെസ്റ്റ് ക്രിക്കറ്റർ. ഓക്കെ, നീ ചിലപ്പോ ഡോക്ടർ ഡിഗ്രി എവിടെന്നെങ്കിലും മോഷ്ടിച്ച് കൊണ്ടുവന്നിരിക്കോടി. ഏയ് ഓക്കെ. എടാ നീ ഒന്ന് മിണ്ടായിരിക്കും, പ്ലീസ് ഒന്ന് മിണ്ടായിരിക്കേ. എന്നിട്ട് ആ ഷെർലിൻ എവിടാണെന്നൊന്ന് പോയി നോക്കിട്ട് പോവാം. എനിക്ക് ഇനി ഈ ഉണക്ക ഫിഗറിനോട് സംസാരിക്കാൻ വയ്യ. ഒരു മിനിറ്റ്. അല്ല, ഷെർലിൻ എവിടെയാ? അവളാ റൂം നമ്പർ 5 പോയാ. ചെല്ലെ പോയി നോക്കിട്ടോ. ചെല്ല്. ഈ ഡംബോ ഉണ്ടല്ലോ, ഒരിക്കലും ഞാൻ പറയുന്നത് കേൾക്കില്ല. എപ്പോഴും അവൾ ആറ്റിറ്റ്യൂഡ് കാണിച്ചോണ്ടിരിക്കും. ഐ എം സോ സോറി. നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. Come on, stupid. ഇത് കിരൺ നമ്പ്യാർ അല്ലേ? ഹായ്. ഹായ്. Can I have your autograph, please? Yeah, of course. Pen and paper? അത് കുഴപ്പമില്ല, ഒരു കിസ് തന്നാ മതി. ഓ ഹലോ. നീ എന്റെ ഗേൾഫ്രണ്ട് ആണ്. ഓക്കെ, അതിനിപ്പോ എന്താ? ഇത് കിരൺ നമ്പ്യാർ അല്ലേ സില്ലി? തീ കിരൺ നമ്പ്യാർ. നീ അവിടെ തന്നെ നിന്നോ. എൻജോയ്. അതെ, എന്റെ ബോയ്ഫ്രണ്ട് അപ്സെറ്റ് ആയി അങ്ങ് പോയി. ഇനിയിപ്പോ നിനക്ക് എന്റെ ബോയ്ഫ്രണ്ട് ആയിക്കൂടെ പ്ലീസ്? അതെന്താന്നോ, ആക്ച്വലി ഞാൻ എന്റെ ഏട്ടന്റെ കൂടെ വന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ജോലിയുണ്ട് എനിക്ക്. അല്ലെങ്കിൽ ഞാൻ നീയുമായിട്ട് ഫ്ലർട്ടിങ്ങും ചാറ്റിങ്ങും ഒക്കെ ചെയ്തേനെ. അതുകൊണ്ട് നീ പോയി ഒരു കാര്യം ചെയ്യാം. നീ പോയി നിന്റെ പഴയ ബോയ് ഫ്രണ്ടിനെ വളയ്ക്കാൻ നോക്ക്. ഐ മീൻ, ഇപ്പൊ കണ്ട എന്നെക്കാളും നിനക്ക് അവൻ തന്നെയായിരിക്കും എന്തുകൊണ്ട് നല്ലത്. എൻജോയ്. ഹായ്. ഓ, എന്നെ അങ്ങ് കൊല്ല്. എത്ര ക്യൂട്ടായി കിരൺ നമ്പ്യാർ. നിനക്ക് എന്താ പറ്റിയ കിരൺ നമ്പ്യാർ? ഇത്രയും നല്ലൊരു പെണ്ണിനെ വിട്ടിട്ട് നീ ഷെളിനെ തേടി പോവാണോ? ഷെളിന് ഫോൺ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഏട്ടന്റെ വഴക്ക് കേൾക്കേണ്ടി വരും എനിക്ക്. എവിടെയാ ഷെളിൻ? ഒരു സെക്കൻഡ്. ഹലോ. ഷെളിൻ, നീ എവിടെയാ? എവിടെയാന്ന് വെച്ചാ അതിന്റെ അർത്ഥം എന്താ? ഞാൻ രോഹിതേട്ടനോട് പറഞ്ഞതാണല്ലോ ചേഞ്ചിങ് റൂം നമ്പർ 5 ഉണ്ടാവുമെന്ന്. പിന്നെ നീ എന്തിനാ വിളിച്ച? അത് ഏട്ടൻ നിന്നെ അന്വേഷിക്കാം. നിന്നെ ഏട്ടൻ വിളിക്കുന്നുണ്ട്. ഒരുപാട് വൈകിപ്പിക്കണ്ട. ഓക്കെ ഓക്കെ. എന്നാ ശരി കിരൺ മോനെ, നീ തുടങ്ങിക്കോ. പക്ഷെ ഇനി അവളെ കൂട്ടാതെ അങ്ങോട്ട് ചെന്ന ഏട്ടൻ ദേഷ്യപ്പെടുമല്ലോ. എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം, അവളുടെ അടുത്തേക്ക് പോവാം. എക്സ്ക്യൂസ് മീ, ഇതൊന്ന് ക്യാഷ് കൗണ്ടറിലേക്ക് മാറ്റി വെക്കാൻ പറ്റുമോ? എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് താനും കിരണം കുട്ടികളെ പോലെയാ വഴക്കിടുന്നെന്ന്. നിങ്ങളൊന്ന് നോക്കിയ രോഹിതേട്ടാ, അതായത് എത്ര വിചിത്രമായ ഒരാളാ കിരൺ. എന്നോട് എന്തുമാത്രം വഴക്കാ കൂടുന്ന എന്തേലൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അവന്റെ ഉള്ളില് ശരിക്കും കുട്ടിത്തോ. എങ്ങനെ അവൻ ഓരോന്ന് മനസ്സിലാക്കുക? നിങ്ങള് വിഷമമൊന്നും വിചാരിക്കരുത്. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി തലയിലേറ്റ് വെച്ചിരിക്കുന്നോണ്ടാ. ആരെങ്കിലും അവന്റെ തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ അവൻ എന്തെങ്കിലും കുറവുണ്ടെന്ന് പറഞ്ഞാൽ അവനത് സഹിക്കാൻ പറ്റില്ല, വഴക്കിടാൻ തുടങ്ങും. പക്ഷെ അങ്ങനെ ആയാൽ പറ്റില്ലല്ലോ. താൻ അതൊന്ന് ക്ഷമിച്ചേക്കേ. അവൻ ഹൃദയം കൊണ്ട് നല്ലവനാ. എന്നാ ചിലപ്പോഴൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ബഹളം ഉണ്ടാക്കുമെന്നേ ഉള്ളൂ. അതെനിക്കറിയാം. ആക്ച്വലി ശരിക്കും എന്താ കാര്യം എന്നറിയോ? അവന് പൃഥ്വി ഇഷ്ടമല്ല. എനിക്കതറിയാം. അവന്റെ ആക്ഷൻസിൽ നിന്നും എനിക്ക് അറിയാൻ കഴിയും. അവൻ എത്രയോ തവണ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, പൃഥ്വിയെ കുറ്റം പറയാൻ എന്തെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. ഇനി നിങ്ങൾ തന്നെ എന്നോട് പറ, പൃഥ്വിക്ക് എന്താ കുഴപ്പം? നല്ലൊരു മനുഷ്യനാണ്.
മുതിർന്നവരെ ബഹുമാനിക്കും, എല്ലാവരോടും എത്ര പൊളൈറ്റ് ആയിട്ടാ പെരുമാറുന്നേ. പിന്നെ സ്വന്തം ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നല്ല ബോധമുണ്ട്. കിരൺ അങ്ങനെയാണോ? കുറെ തമാശകളും പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയും പിന്നെ വഴക്കിടാനും തുടങ്ങും. നിങ്ങള് ചിലപ്പോ സമ്മതിക്കില്ലായിരിക്കും, പൃഥ്വി എന്നോട് ഇതുവരെയും ഒരു ഫൈറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് അതിനുള്ള അധികാരം ഉണ്ടല്ലോ, ഏത് കാര്യത്തിലും എന്നെ ചോദ്യം ചെയ്യാനും ശബ്ദം ഉയർത്താനും. പക്ഷെ ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരിക്കലും ഒരു കുറ്റവും എന്നെ പറഞ്ഞിട്ടുമില്ല. ഞാൻ സമ്മതിച്ചു, എന്റെ സുഹൃത്താണ് കിരൺ. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ? ഇത്രയും കുട്ടിത്വം അത് നല്ലതാണോ? എനിക്ക് തോന്നുന്നത് അവന്റെ ഈ കുട്ടിത്വം ഒരിക്കലും അവന്റെ ജീവിതത്തിൽ നിന്ന് മാറാനേ പോകുന്നില്ലെന്നാ. അത് ഐ എം സോറി, ഞാൻ കുറച്ച് കൂടുതൽ അങ്ങ് തന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് തനിക്ക് കിരണിനെ ഇഷ്ടമേ അല്ലെന്നാണ്. എന്താ അങ്ങനെയാണോ? നോ, ഐ മീൻ യെസ്. ഞാൻ പറഞ്ഞത് അത് നിങ്ങള് അവന്റെ സ്വഭാവം കണ്ടിട്ടുണ്ടല്ലോ, എന്ത് ഇറിറ്റേറ്റിംഗ് ആണ്. പക്ഷെ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഐ നോ ഹീസ് നൈസ് ഓൺലി. അങ്ങനെ ഒരു ലൈക്ക് ഡിസ്ലൈക്ക് ഫീലിംഗ് ഒന്നും എന്റെ മനസ്സിലില്ല. എന്തു പറ്റി രോഹിത്തേട്ടാ? ഒന്നുമില്ല. വാവ്, നീ നേരത്തെ തന്നെ ഇത്രയും സുന്ദരിയായിരുന്നോ? അതോ സമയം നിന്നിൽ എന്തെങ്കിലും മായം കലർത്തിയതാണോ? നീ വളരെ ഹോട്ടായിരിക്കുന്നു ബേബി. ഞാൻ പണ്ട് മുതലേ സുന്ദരിയാ, പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ ഇനിയും സുന്ദരിയാകും. അത് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രതിയോഗി എന്നല്ലേ പറയുന്നത്. അപ്പൊ രോഹിത് എങ്ങനെയായിരിക്കും എനിക്ക്? നിന്റെ ജീവന്റെ ശത്രു. കറക്റ്റ്. നീ ചെല്ല്, ആ രോഹിത്തിനെ നിന്റെ ഈ മായം കാട്ടിട്ട് വാ. ഈ ഡ്രസ്സിൽ എന്നെ ആദ്യം കാണാനുള്ള അവകാശം നിനക്കായിരുന്നു, അത് കണ്ടു കഴിഞ്ഞു. ഇനി രോഹിതോ ആരോ കണ്ടോട്ടെ, ഐ ഡോണ്ട് കെയർ. ശരി കേട്ടോ, ഞാനിപ്പോ പുറത്തേക്ക് പോകാം. നീ എക്സാക്ട്ലി 15 സെക്കൻഡ് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നു. ഓക്കെ? എക്സാക്ട്ലി 15 സെക്കൻഡ് കഴിഞ്ഞു. ഹേയ് ലിസൺ, നിനക്ക് തോന്നുന്നില്ലേ നീ എന്തോ മറന്നുപോയെന്ന്? എന്ത്? A kiss to the beautiful lady. Of course. I wouldn't like to give that up, miss. ഷേർലിൻ, വാ, നിന്നെ ഏട്ടൻ വിളിക്കാ. കിരൺ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, നീ എന്ത് ചെയ്യും? ഷേർലിൻ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാ, ഒന്ന് വേഗം വാ. 2 മിനിറ്റ്, ഞാൻ വരുവാ. ബേബി, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം, ആ കിരൺ പോകുന്നത് വരെ. അവൻ നിനക്ക് വേണ്ടി അധിക നേരം ഒന്നും വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല. എപ്പോ നോക്കിയാൽ അവനെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുന്നവനാ. നിന്നെ നോക്കി നിന്ന് അവനെ ബോറടിക്കും. എന്നിട്ട് അവൻ തനിയെ അവിടുന്ന് പൊയ്ക്കോളും. അവൻ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുറത്തേക്ക് പോകാം. നമുക്ക് റിസ്ക് എടുക്കാനാവില്ല. ഓക്കെ? ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. രോഹിതേട്ടാ, എന്തു പറ്റി? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിരിച്ചോണ്ട് പോകുന്നത്? അത് കേട്ടാ തനിക്ക് എന്താ തോന്നിയെന്ന് എനിക്കറിയില്ല. എത്ര ഇന്നസെന്റ് ആയിട്ടാ താൻ കിരണിനെ കുറിച്ച് പരാതി പറയുന്നേ. അതൊരു കൊച്ചു കുഞ്ഞു പറയും പോലെ വളരെ ക്യൂട്ടായിട്ടുണ്ട്. അവനും ഒരു വികൃതി കുട്ടിയെ പോലെ തന്നെയാണല്ലോ. ഐ മീൻ, ഞാനും നിങ്ങളെ സംസാരിക്കുമ്പോ നിങ്ങൾക്ക് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ ഞാൻ വീടായിട്ടാ പെരുമാറുന്നേന്ന്? നോ. കാരണം നമ്മൾ രണ്ടുപേരും 2 മുതിർന്ന ആളുകളെ പോലെ പരസ്പരം സംസാരിക്കുന്നത്. അതായത് നിങ്ങൾ വളരെ നല്ലവനാണ്, എല്ലാവരെയും മനസ്സിലാക്കുന്നവനാണ്. കിരണിനെ പോലെയല്ല, അവനെന്ത് സില്ലിയാണ്. അതായത് അവന് ബുദ്ധിയേ ഇല്ല.
നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള അന്തരമുണ്ട്. Forgive me for saying this, but ആരും പറയില്ല നിങ്ങൾ ഒരു അമ്മയുടെ മക്കളാണെന്ന്. Careful. Are you okay? Yeah.